പത്തനംതിട്ടയിൽ അനാഥ മന്ദിരത്തിൽ പ്രായപൂർത്തിയാകും മുൻപ് അന്തേവാസി ഗർഭിണിയായെന്ന പരാതി ശിക്ഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് ആരെയും പ്രതി ചേർക്കാതെ പോലീസ് കേസെടുത്തത്. പത്തനംതിട്ട ജീവമാത കാരുണ്യ കേന്ദ്രത്തിൽ വൻ തട്ടിപ്പ്. അനാമിക വിഷ്ണു വിവാഹത്തിന് മുമ്പേ പ്രഗ്നന്റ് ആയിരുന്നു. വിഷ്ണുവിന്റെ ചതിയിലൂടെയാണോ ഇങ്ങനൊരു വിവാഹം നടന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ കവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ മുന്നേ വരെ രേണുസുധിയെ പറ്റിയായിരുന്നു. ഇപ്പൊ രേണുസുധിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അനാമിക വിഷ്ണു ഇഷ്യൂ ആണ്. നമ്മൾ കുറേ ആയിട്ട് ന്യൂസുകളും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അതിൽ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു 90% ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുറച്ചു നാൾ മുന്നേ ജീവമാത കാരുണ്യഭവൻ ഡയറക്ടറായ അതായത് നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഉദയ ഗിരിജ എന്ന വ്യക്തിയും അവരുടെ മകനായ വിഷ്ണുവും അവരുടെ മരുമകളായ അനാമിക വിഷ്ണുവും കൂടി ചേർന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് അനാമിക കാലുവഴുതി വീണതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡെലിവറി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്നും കുഞ്ഞിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ അവരവിടെ പറയുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും പുള്ളിക്കിനെ ചീറ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ അനാമികയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മറ്റാരെയും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ അനാമിക വിഷ്ണുവിനെയോ അവരുടെ ഹസ്ബൻഡായ വിഷ്ണുവിനെയോ ഇവരുടെ അമ്മയായ ഈ ഉദയഗിരിജയെയോ മാത്രമല്ല ഈ ഒരു ഇഷ്യൂ ബാധിക്കുന്നത്. ഇവരുടെ കാരുണ്യഭവനിലെ അന്തേവാസികളെയാണ്, അവരുടെ സേഫ്റ്റിയാണ് ഈ ഒരു പ്രശ്നം ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഈ ഉദയഗിരിജ, അതായത് ഈ ജീവമാത കാരുണ്യഭവന്റെ ഡയറക്ടറായ ഉദയഗിരിജ തന്നെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എന്തായാലും സത്യങ്ങൾ പെട്ടെന്ന് തന്നെ തെളിയട്ടെ. ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ സാധിച്ചത് ഒരു ശാസ്ത്രീയ പരിശോധന കൂടി വേണമെന്നാണ്. അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.